ശരത്തേട്ടാ, നമ്മളിപ്പോൾ ഇത്രയും കവർ ചെയ്തപ്പോൾ പഞ്ചാംഗം എന്താന്ന് പറഞ്ഞു, മുഹൂർത്തം എന്താന്ന് പറഞ്ഞു, ആസ്ട്രോളജി എന്താന്ന് പറഞ്ഞു. ഇത് കൂടാണ്ട് ഈ രണ്ട് ഇതും വേദങ്ങളുടെ ഫ്രെയിംവർക്കിൽ എവിടെയാണ് പ്ലേസ്ഡ് ആവുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. പഞ്ചാംഗത്തിൻ്റെ സോഴ്സ് പറഞ്ഞു ശരത്തേട്ടൻ. ഈ പഞ്ചാംഗം പേര് വരാനുള്ള റീസൺ, അതിൻ്റെ 5 അംഗങ്ങൾ എന്താണെന്നും അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ആ 5 അംഗങ്ങൾ, ആ 5 അംഗങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു തന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുഹൂർത്തം പറഞ്ഞു. മുഹൂർത്തം പറഞ്ഞപ്പോൾ മുഹൂർത്തം ഒരു വാസ്റ്റ് ഒരു ഓഷനാണ്. അതിനെ ഒരു ചിട്ടപ്പെടുത്തുന്ന ഒരു ഫ്രെയിംവർക്കായിട്ട് മുഹൂർത്ത പദവി എന്ന് പറഞ്ഞൊരു ബുക്കിനെ പറ്റിയിട്ടൊരു റെഫറൻസും പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, പഞ്ചാംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കോസ്മിക് ടൈമിന് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെലവൻസ്. അപ്പോൾ മുഹൂർത്ത പദവിയും ഇതേപോലെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും ഈ ഡെയിലി പ്രാക്ടിക്കൽ ആസ്ട്രോളജിയിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും, മുഹൂർത്ത പദവി പഞ്ചാംഗം ഇസ് ഗ്ലോബലി യൂസ്ഡ് ഒരു വർഷങ്ങൾക്ക് മുമ്പേ, 1000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സോഴ്സ്. അത് ഇപ്പോഴത്തെ ടൈം എന്താണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് യൂസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഈ മുഹൂർത്ത പദവിയും കൂടെ വരുമ്പോൾ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആസ്ട്രോളജിയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആദ്യം മുഹൂർത്ത പദവി, ഈ മുഹൂർത്തത്തിൻ്റെ വിശാലമായിട്ടുള്ള അറിവുകളെ കുറിച്ച് ചർച്ച ചെയ്യണ അനവധി പുസ്തകങ്ങളിൽ ഒന്നാണ്. നമുക്കതിനെ മുഹൂർത്ത പദ്ധതി എന്ന് പറയാം. പദ്ധതി പുസ്തകത്തിൻ്റെ പേര് പദവി തന്നെ, മുഹൂർത്ത പദവി, ഒരു സംശയമില്ല. പക്ഷെ അതൊരു സിംഗുലാർ ഗ്രന്ഥമല്ല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ വേറെയും ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. മുഹൂർത്തത്തിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അനവധി ഗ്രന്ഥങ്ങളുണ്ട്. വലിയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലുള്ളിൽ തന്നെ മുഹൂർത്തത്തിൻ്റെ ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരാമഹേറിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെ കോമൺ പാർലൻസിൽ മുഹൂർത്ത പദ്ധതി, ദ സിസ്റ്റം ഓഫ് മുഹൂർത്ത, അല്ലെങ്കിൽ ഒരു സ്കൂൾ, ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് മാത്രം നമുക്കതിനെ കൊടുത്താൽ മുഹൂർത്തം എന്ന് നമുക്കതിനെ പറയാം. ഇപ്പം എന്താ പറയുക, ഞാൻ വല്ലാതെ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞല്ലോ, അതായത് ജ്യോതിഷം പഠിക്കുന്നവരും അല്ലെങ്കിൽ ജ്യോതിഷികളായിട്ടുള്ള ആൾക്കാർക്കും ഇത് ഒരു നഴ്സറി ലെവലിലാണ് പറയണത് അവർക്കൊരു വിഷമം പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അവരല്ലല്ലോ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാതിരിക്കുകയും അത് ബേസിക് ലിറ്ററസി അതിലില്ലാതിരിക്കുകയും എന്നാൽ അതിനെ ഏറ്റവും ഉപയോഗിക്കുകയും അതിൻ്റെ നല്ലതും ചീത്തയും മുഴുവൻ അനുഭവിക്കും ചെയ്യുന്നത്. ആ ശാസ്ത്രം അത്ര ശുദ്ധമാണ്, അതിൻ്റെ മഹിമ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. പക്ഷേ അത് അവർക്ക് വേണ്ടിയിട്ടാണ്, അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലുള്ളവർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണു എന്നുള്ള തലത്തിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ പറയാം. ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താ പറയുക, പഞ്ചാംഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഗിവൺ മൊമെൻറ്റിലുള്ള അവസ്ഥ എന്താണ്, ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താ, സമയത്തിൻ്റെ അവസ്ഥ എന്താ, കാലത്തിൻ്റെ ഒഴുക്കിൽ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ, പഞ്ചാംഗത്തിൻ്റെ ആയിട്ടുള്ള 5 അംഗങ്ങൾ നമ്മൾ പ്രതിഥി വാരകരണാദികളൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വഴി പ്രപഞ്ചത്തിൻ്റെ എക്സിസ്റ്റിംഗ് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കലാണ് പഞ്ചാംഗം. ജ്യോതിഷത്തിന് അതിൽ നിന്നുകൊണ്ടേ ബാക്കി ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ അനുകൂല സാഹചര്യമാണോ ഒരു പർട്ടിക്കുലർ കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കർമ്മം ചെയ്യുന്നതിന് അനുകൂലമല്ലാത്ത സാഹചര്യമാണോ, സൃഷ്ടിക്കാൻ നല്ലതാണോ, നിലനിർത്താൻ നല്ലതാണോ, സംഹരിക്കാൻ നല്ലതാണോ, ഇതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്, ദേവന്മാർ മാത്രമല്ല. അപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണോ അല്ലയോ എന്ന് നോക്കി ആ കർമ്മം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സമയം ഇതാണെന്ന് പറയുമ്പോഴാണ് ഇത് മുഹൂർത്തമാവണത്. അപ്പോൾ പഞ്ചാംഗം റോ ഡാറ്റയാണ്, മുഹൂർത്തം ഒരു പ്രായോഗികമായിട്ടുള്ള അറിവാണ്, ഒരു അപ്ലൈഡ് വിസ്ഡമാണ്. മനസ്സിലായില്ലേ? പഞ്ചാംഗം വളരെ എന്താ പറയുക, റോ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ്റെ ബേസിൽ വേണം നമുക്ക് അപ്പുറത്ത് അപ്ലൈ ചെയ്യാൻ. മുഹൂർത്തം അതിൻ്റെ അപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഋഗ്വേദം, സാമവേദം എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഋഗ്വേദം മന്ത്രവും അതിൻ്റെ പ്രയോഗമാണ് യജുർവേദത്തിൽ വരുന്നത്.
ഒരു പരിധി വരെ. കാരണം യജുസ് ഈ മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോമങ്ങളും അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ സാമാന്യമായിട്ട് പറയുക. അതേ മന്ത്രങ്ങൾ തന്നെ ആ സമയത്ത് സ്തുതിക്കാൻ പാടാൻ ഉപയോഗിച്ചാൽ അത് സാമമായി. അതുകൊണ്ട് തന്നെ കോമൺ മന്ത്രങ്ങൾ ധാരാളം കാണും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ പഞ്ചാംഗം റോ ഡാറ്റയാണ്, മറ്റേത് അപ്ലൈഡ് വിസ്ഡമാണ്. റൈറ്റ്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് ജ്യോതിഷം അതിനെ കാണുന്നത്. അങ്ങനെ. ഓക്കെ. അതേപോലെ ഈ ആസ്ട്രോളജി നമ്മൾ ഈ ബർത്ത് ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ മുഹൂർത്ത പദവി എന്ന് പറയുന്നത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ആ പവർ ഓഫ് ടൈമിങ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ഇത് നോക്കുന്ന സമയത്ത് ടൈം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഡെസ്റ്റിനീനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് നമുക്ക് പറയാൻ പറ്റുമോ അതിന്? അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഹൂർത്തം പറയുന്നത് ഈ സമയം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളും നിനക്ക് ഈ കാര്യം ചെയ്യാൻ അനുകൂലമാണ്. ഇറ്റ് ഈസ് അപ് ടു യു ടു ഡു ഇറ്റ് ഓർ നോട്ട്. അസ്ട്രോളജി അതാ പറയുന്നത്, പോസിബിലിറ്റീസാണ് പറയുന്നത്. ഒരു പ്ലസ് കാര്യം ചെയ്യാൻ, ഒരു പോസിറ്റീവ് കാര്യം ചെയ്യാനാണെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താനും, ഒരു നെഗറ്റീവ് കാര്യം ചെയ്യാനാണെങ്കിൽ അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ആയിട്ടിരിക്കാനും, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ചെയ്യുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാനും, ഒരു നെഗറ്റീവ് കാര്യത്തിൻ്റെ തോതിനെ കുറയ്ക്കാനും, അതിൻ്റെ നെഗറ്റിവിറ്റിയെ കുറയ്ക്കാനും സാധിക്കുക. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം ഈ വൃദ്ധിയോഗമുള്ള ദിവസമാണ്. ഞാൻ വൃദ്ധിയോഗത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്ത് കാര്യം ചെയ്താലും അത് ഇരട്ടിക്കുക. ഇന്ന് വൃദ്ധിയോഗമുള്ള ദിവസമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പോഡ്കാസ്റ്റ് ചെയ്യും. ആഗ്രഹം അതാണ്. അപ്പോൾ ഞാൻ പറയും അതുകൊണ്ട് ഇന്ന് സന്തോഷമായിട്ടിരിക്കുക, ഇല്ലെങ്കിൽ ദുഃഖിച്ചാൽ കൂടുതൽ ദുഃഖം എന്ന് പറയും. അത് സാമാന്യേന സംഭവിക്കും. അതൊരു വ്യക്തിക്ക് എന്നുള്ളതല്ല, അത് പ്രപഞ്ചത്തിന് പൊതുവായിട്ട് വരുന്നതാണ്. അപ്പോൾ അശോക് ഇപ്പോൾ ചോദിച്ച കണക്കിന് ഈ നോളജൊക്കെ കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന നമ്മുടെ ഫലങ്ങളെ നമ്മൾ അനുഭവിച്ചു തന്നെ പറ്റൂ. പക്ഷേ ഒരു ദുരന്തമാണെങ്കിൽ അത് കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടിച്ച് പോകാനും, നല്ലൊരു കാര്യം വരികയാണെങ്കിൽ അതിനെ കൂടുതൽ ശക്തിമത്തായിട്ടും ഫലവത്തായിട്ടും ചെയ്യാനും ഈ നോളജ് നമ്മളെ സഹായിക്കും. ബിക്കോസ് നമ്മളെ പ്രവൃത്തി, നമ്മുടെ മനസ്സ്, നമ്മുടെ ഓരോ ആക്ഷനും എല്ലാം പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് അലൈൻഡ് ആയിരിക്കും. പ്രപഞ്ചത്തിൻ്റെ താളമായിട്ട് അലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര മോശം കാലത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു നന്മ അവിടെ അവശേഷിച്ച് പോവും. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ താളമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ എത്ര നല്ല സമയമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യണത് ചിലപ്പോൾ പൂർണ്ണ ഫലം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പല സമയത്തും നല്ല കാലമായിട്ട് പോലും തെറ്റായ സമയങ്ങളിൽ പല കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടിന് പാല് കാച്ചി അല്ലെങ്കിൽ തറക്കല്ലിട് വാട്ടവർ തൊട്ട് പല വ്യക്തികൾക്കും ഈ നെഗറ്റീവ് അനുഭവങ്ങൾ വരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ആ താളത്തിലേക്ക് പ്രപഞ്ചം വരുന്നില്ല. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് അനുഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെസ്റ്റിനി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിറക്കുലസ്ലി സംഭവിക്കാം, പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മളൊരു ജംഗ്ഷനിൽ വന്നു, വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്, ഇടത്തോട്ട് വേണോ വലത്തോട്ട് വേണോ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ചിന്തയിൽ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ വഴി പോയാൽ ഉണ്ടാകുന്നൊരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാം. അതല്ല, അതൊരു അപകടത്തിൽ പെടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പെടുക്കുന്ന അത്രയും നേരം ഇടത്തോട്ട് പോകാനാണ് തീരുമാനിച്ചു വന്നത്, അല്ല വലത്തോട്ട് പോകാനാണ് തീരുമാനിച്ചു വന്നത്, ആ മൊമെൻറ്റിൽ പെട്ടെന്ന് ഇത് മാറ്റി നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ നാച്ചുറലി പോയിട്ട് അതിൽ പെടും. അപ്പോൾ അതുപോലെയാണ്, അതൊരു പോസിബിലിറ്റിയുടെ കളിയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ഈ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാക്കലാണ്, അൺസർട്ടനിറ്റിയുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, ക്യാവാസിൻ്റെ ഉള്ളിൽ ഓർഡർ കണ്ടെത്തുക. ഇതൊക്കെയാണ് ജ്യോതിഷം നമുക്ക് ചെയ്തു തരുന്നത്. അത് വികാരരഹിതമായിട്ട് ചെയ്താൽ, ശുദ്ധബുദ്ധിയോട് കൂടിയിട്ട് ചെയ്താൽ, അണിമോഷണലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയമായിട്ട് ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ഈ പഞ്ചാംഗത്തിൽ 5 അംഗങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മുഹൂർത്ത പദവിയായിട്ട് വരുമ്പോൾ മുഹൂർത്ത പദവിയിലും ഇതേപോലെ തന്നെയുള്ള ആ ഒരു ഇതുണ്ടോ, ഡിവിഷൻസ് ഉണ്ടോ? ഇതെങ്ങനെയാണ്? പദ്ധതിയിൽ അതിലെങ്ങനെയാണ് ഈ ഡിവിഷൻസ് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ഓസ്പീഷ്യസ് ടൈം അല്ലെങ്കിൽ ഓസ്പീഷ്യസ് ആ ഒരു മൊമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പദ്ധതി വെച്ചിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? അതിലും ഇതേപോലത്തെ ഡിവിഷൻസ് ഉണ്ടാവുമോ? അല്ല, അതായത് സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു പഞ്ചാംഗത്തിൻ്റെ ഈ 5 അംഗങ്ങളും ഓരോ ഫാക്റ്റുകളാണ്, ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അതിലൊരു അനാലിസിസ് ഇല്ല.
ഞാൻ പറഞ്ഞ അത് സ്റ്റാൻഡ് അലോണാണ്. അത് എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ റോ ഡാറ്റയാണത്. ആ റോ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ആ ഉപയോഗിക്കലാണ് മുഹൂർത്തത്തിൽ വരുന്നത്. അപ്പോൾ മുഹൂർത്തം ചെയ്യണ ഇതുപോലെ കമ്പാർട്ട്മെൻ്റൊന്നും ആക്കുന്നില്ല. നല്ല സമയം ചീത്ത സമയം എന്നൊന്നുമല്ല നോക്കുന്നത്. ഈ 5 അംഗങ്ങളുടെ ആ കൂട്ടിച്ചേർന്ന് വരുമ്പോഴുള്ള എനർജി ഉണ്ടല്ലോ, ആ സംയുക്തമായിട്ടുള്ള എനർജി, ഒരു കമ്പൈൻഡ് എനർജി, അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഗിവൺ കർമ്മത്തിന് അനുഗുണമാണോ അല്ലയോ എന്ന് മാത്രമേ നോക്കുള്ളൂ. റൈറ്റ്. ഓക്കെ. മനസ്സിലായില്ലേ? ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന തിഥിയാണ്, ഇത് നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് മാത്രം എടുത്തിട്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ അത് മുഹൂർത്തമില്ല. ഓക്കെ. ഇന്ന കരണമാണ്, അതുകൊണ്ട് ഇപ്പം ചെയ്യരുത് എന്ന് പറയണത് കൊണ്ടും മുഹൂർത്തത്തിൻ്റെ സ്കൂളല്ല അത്. അത് പഞ്ചാംഗത്തിനെ എടുത്തിട്ട് വളരെ എന്താ പറയുക, ഒരു 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 അമ്മയ്ക്ക് ഇപ്പോൾ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾ ഒരാളുടെ സ്വഭാവം കണ്ടിട്ട് ഈ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞ മാതിരിയാണ്. ആ 5 പേരും കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്നൊരു എനർജി ഉണ്ട്. മുഹൂർത്തം അതാ നോക്കുക. മുഹൂർത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനം. ഇത് 5ഉം പ്രപഞ്ചത്തിൽ ഈ 5 പ്രധാന ഘടകങ്ങളാണ് കർമ്മത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കണമെന്ന് ആചാര്യന്മാർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ 5 എണ്ണത്തിനെയും സംയുക്തമായിട്ട് പരിശോധിക്കുമ്പോൾ എന്തൊരു ഊർജ്ജമാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഊർജ്ജം ഒരു വ്യക്തിക്കനുസരിച്ച്, പൊതുവായിട്ടും പറയും, എന്നാലും ഒരു വ്യക്തിക്കനുസരിച്ച് ചിലപ്പോൾ അയാളുടെ ജാതകത്തിൽ ഒരാൾക്ക് നല്ല മുഹൂർത്തം വേറെ ആൾക്ക് ദുർമുഹൂർത്തമാവാം, അയാളുടെ കർമ്മത്തിനനുസരിച്ചാണ്. അപ്പം ഇയാൾ ചെയ്യാൻ പോകുന്ന കർമ്മം അലൈൻഡ് ആണോ പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട്? പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഈ 5 ഘടകങ്ങൾ കുറിക്കുന്നുണ്ട്. അത് അലൈൻഡ് ആണോ അല്ലയോ നോക്കലാണ് മുഹൂർത്തത്തിൻ്റെ ജോലി. മുഹൂർത്തം അതുകൊണ്ട് ഈ ബ്ലേറ്റൻ്റ് ആയിട്ട് അടിച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യണം. ഇത് നല്ലത്, അത് നമ്മൾ പറഞ്ഞു അങ്ങനെ പോയതാണ്. നല്ല മുഹൂർത്തം ചീത്ത മുഹൂർത്തം എന്ന് പറയണ തരത്തിലേക്ക് കമ്പാർട്ട്മെൻ്റ് ആക്കുന്ന തലത്തിലേക്ക് നമ്മളായിപ്പോയതാണ്. ശരിക്ക് മുഹൂർത്തത്തിൻ്റെ ആ മുഹൂർത്ത ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഹൂർത്തം നമുക്ക് സാധ്യതകൾ തുറന്നു വെച്ചിരുന്നു. അത് ഇന്നതെന്ന് പറഞ്ഞാൽ അടിച്ചു പറയുന്നില്ല. കാരണം അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർ ആ പ്രിൻസിപ്പിൾസിനെതിരായി അത്. മുഹൂർത്തം വിവേചന ബുദ്ധിയാണ് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പുറത്ത് നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു പ്രശ്ന പരിഹാരത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ആ ഘടകങ്ങളാണ് ഈ പഞ്ചാംഗം. ഇനി ആ ഘടകങ്ങളെ തലയിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കും. കൂട്ടിക്കിഴിച്ച് നമ്മൾ കൂട്ടിക്കിഴിച്ച് പാത്ത അല്ലേ എന്ന് പറയില്ലേ, അങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻഫറൻസ് കൊണ്ടുവരും. ആദ്യം ആ ഫാക്റ്റുകൾ അവിടെയുണ്ട്, അവയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇൻഫർ ചെയ്യുന്നു. ആ ഇൻഫറൻസിലാണ് മുഹൂർത്തത്തിൻ്റെ പ്രയോഗം വരണത്. ഓക്കെ. അതുകൊണ്ട് പഞ്ചാംഗം പോലെ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് ഉള്ള ഇതില്ല. പിന്നെ മുഹൂർത്തത്തിന് സാങ്കേതിക പദങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി പഠിക്കുന്ന ആൾക്കാർക്ക് പ്രാക്ടീഷണേഴ്സിന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ മുഹൂർത്തങ്ങൾ തന്നെ പല സ്കൂളുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ നോർത്തിലൊക്കെ പോയി ചൊഗാദിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ ഈ എന്താ പറയുക, അതിനെ ശുഭ ലാഭ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹൂർത്തങ്ങളായിട്ടൊക്കെ തിരിക്കുന്ന രീതികളുണ്ട്. അത് ഓരോന്നും അതെന്താ വെച്ചാൽ മനുഷ്യൻ്റെ മണ്ടേനായിട്ടുള്ള ആക്ടിവിറ്റീസിന് ആവശ്യത്തിന് നമ്മുടെ വ്യവഹാരത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താ മനുഷ്യന് എന്താ പ്രധാനമായിട്ട് വേണ്ടത്? ലാഭം വേണം, ആരോഗ്യം വേണം, കുഞ്ഞുങ്ങൾ വേണം, അല്ലേ, സമ്പത്ത് സമൃദ്ധി അതെല്ലാം വേണം, കുടുംബമൊക്കെ നന്നായിരിക്കണം, പിന്നെ കുറച്ചുകൂടെ അതാണ് ബേസിക് ഒരു വീട് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വലിയ വലിയ സംഭവങ്ങൾ, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണം, ബിസിനസ്. അപ്പോൾ ഇതിനോരോന്നിനും പ്രപഞ്ചത്തിൻ്റെ ആ ഘടന എത്ര അലൈൻഡ് ആണെന്ന് ഈ പഞ്ചാംഗത്തിൽ തരുന്ന റോഡാറ്റ് ഉപയോഗിച്ചിട്ട് മുഹൂർത്തം പരിശോധിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇന്ന കാര്യം എപ്പോൾ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു തരും. അത് ഏത് കാര്യത്തിനും. അപ്പോൾ കർമ്മത്തിനെ ഫലവത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും മുഹൂർത്തം. പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് ചേർന്ന് ജീവിക്കുക. അതുകൊണ്ടാണ് ഞാനിത് തുടക്കത്തിൽ പറഞ്ഞു, എൻഡ് ഓഫ് ദി ഡേ ജ്യോതിഷവും ബ്രഹ്മവിദ്യയിലാണ് എത്തുക. അന്വേഷിച്ച് പോയാൽ ഋതത്തിനനുസരിച്ച് ഏതൊരു ഋതത്തിൻ്റെ ധ്യാനത്തിൽ കൂടെയാണോ സത്യം വെളിപ്പെടുന്നത് അതിൻ്റെ തിരിച്ചറിയണ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ജ്യോതിഷം ശരിക്കും നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അയാളിൽ ആത്മീയമായിട്ടൊരു ഉണർവ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ ആത്യന്തികമായിട്ട് അതും അയാളെ സാക്ഷാത്കാരത്തിൽ എത്താൻ സഹായിക്കുന്നുള്ളതാണ്. ശരത്തേട്ടാ, ഇന്നത്തെ ഈ മോഡേൺ ടൈംസിൽ എല്ലാവരും ആപ്പ്
ആപ്പ് ബേസ്ഡ് ആണ് കാര്യങ്ങൾ. ഇപ്പോൾ ജ്യോതിഷന്മാർ പോലും നമ്മൾ നോക്കുമ്പോൾ അവരൊരു ആപ്പ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഈ മുഹൂർത്ത പദ്ധതിയുടെ ട്രഡീഷണൽ ലീനിയേജ് നമ്മൾ നോക്കുമ്പോൾ ഈ മുഹൂർത്തം എന്ന് പറയുന്ന ജസ്റ്റ് എ ഗുഡ് ടൈം ഓർ എ ബാഡ് ടൈം മാത്രം റെഫർ ചെയ്യുന്ന ഇതായിട്ട് ചുരുങ്ങിയതാണോ, അതോ അത് തന്നെയാണോ ആക്ച്വൽസ് എടുക്കേണ്ടത്? അല്ല, ശരിക്കും അതല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്നതിലുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ പ്രഭാഷണത്തിൽ അവിടെ രമാംബിക മന്ദിരത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ ഇതേ വിഷയം. അതായത് നമ്മൾ എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മളെല്ലാറ്റിനും ആപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞ ആപ്പാണ് ശരിക്കും ആപ്പാണ് ഇപ്പോൾ. അപ്പോൾ ഈ നമ്മൾ ഈ യെസ് ഓർ നോ പോലെയാണ് നമ്മൾ ഇതിനെ നോക്കണം. ഗുഡ് ടൈം ബാഡ് ടൈം. വാസ്തവത്തിൽ ഈ ഗുഡ് ടൈം ബാഡ് ടൈമായിട്ട് നമ്മൾ ഇതിനെ ഒരു ഫ്രെയിമിലേക്ക് അടിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആ ഡിസ്ക്രിമിനേഷൻ്റെ സെൻസാണ്. വിവേചന ബുദ്ധി എന്ന് പറയും. ഈ വിവേചന ബുദ്ധിയെ അങ്ങോട്ട് സപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ആപ്പ് വെച്ചിട്ട് നമ്മൾ പറയണത് ഇത് നല്ല സമയം, അത് ചീത്ത സമയം. വാസ്തവത്തിൽ അത് പറയുന്ന സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ ഏത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണോ മുഹൂർത്തം നോക്കണത്, ആ കർമ്മത്തിൻ്റെ ഇൻറ്റൻഷൻ, ആ കർമ്മം കൊണ്ട് നമ്മൾ അറ്റൈൻ ചെയ്യാൻ നോക്കുന്ന ഫൈനൽ ലക്ഷ്യം, മനസ്സിലായില്ലേ? പിന്നെ അത് ചെയ്യാനെടുക്കുന്ന നമ്മളെടുക്കുന്ന നമ്മുടെ സ്റ്റെപ്സ്. ഈ 3 ഫാക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം കുഴപ്പമാണെങ്കിൽ ഈ ഗുഡ് ടൈം എന്ന് പറഞ്ഞ് എഴുതി തരുന്ന സാധനം നമുക്ക് ബാഡ് ടൈം ആവും. റിവേഴ്സ് എഫക്റ്റ്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനമാണ്. കർമ്മത്തിൻ്റെ ലക്ഷ്യം, കർമ്മത്തിൻ്റെ ഇൻറ്റൻഷൻ, ആ കർമ്മത്തിൻ്റെ തന്നെ തനത് ശുദ്ധി, ഇത് 3ഉം ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് ഐക്യപ്പെട്ട് വരുമ്പോഴേ അത് ആ മുഹൂർത്തം കൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ എത്ര നല്ല മുഹൂർത്തത്തിൽ താലി കെട്ടിയിട്ടും പിരിഞ്ഞു പോകുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമില്ലാതെ ചിലപ്പോൾ വിവാഹം ചെയ്തിട്ട് തകർന്നു പോകുന്ന എത്രയോ പേരുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടായിട്ടും പ്രപഞ്ചതാളത്തിൻ്റെ സമയത്തിനല്ലാത്ത എന്താ പറയുക ഇതിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അത് കുഴപ്പത്തിലാവുന്ന ആൾക്കാരുണ്ട്. ഇതൊരു ഡൈസി തിങ്ങാണ്. ഇത് കേൾക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ ഈ പകുതി ബേക്ക്ഡ് ആയിട്ടുള്ള ഈ പകുതി വെന്ത ഐഡിയയും വെച്ചിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇരിക്കുന്നത് ആൾക്കാർ. അപ്പോഴേക്കും ചാടി വീഴുക. പിന്നെ കുറേ ബുദ്ധിജീവികളുണ്ട്, അവർക്ക് പിന്നെ എല്ലാം അവരുടേതായിട്ടൊരു ഫ്രെയിം വർക്കിലാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പോൾ ആ ഫ്രെയിം വർക്കിൽ കാണുന്ന മനുഷ്യൻ്റെ അതേ ടെൻഡൻസി തന്നെയാണ് ഇപ്പുറത്ത് ഇങ്ങനത്തെ ആപ്പുകൾ വിൽക്കാനും സഹായിക്കുന്നത്. കാരണം മനുഷ്യന് ഫിക്സഡായിട്ട് ഇപ്പം നല്ല സമയമാണോ, ഇപ്പം മോശം സമയമാണോ, ഈ ഇപ്പം നല്ല സമയമാണോ മോശം സമയമാണോ എന്നുള്ള ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻറ്റൻഷൻ, യുവർ എയിം or യുവർ ഗോൾ ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഡു അബൌട്ട്. ഇത് 3ഉം കൂടെ ഇതിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വെറും മുഹൂർത്തത്തിനെ മാത്രം എടുത്തിട്ട് നല്ല മുഹൂർത്തം ചീത്ത മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യണതിൽ ഒരർത്ഥമില്ല. മുഹൂർത്തം നമ്മുടെ നമുക്കൊരു വിവേചന ബുദ്ധിയാണ് തരുന്നത്. ഇതിപ്പോൾ ചെയ്യണോ, ഇതിപ്പോൾ ചെയ്യാതിരിക്കണോ, സംഹരിക്കണേന് പോലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കർമ്മത്തിന് പോലും മുഹൂർത്തം നോക്കുന്ന രീതികളുണ്ടായിരുന്നു ഭാരതത്തിൽ. ഒരാളെ കൊല്ലാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ, മനസ്സിലായില്ലേ, ഒരു സ്ഥലം കത്തിക്കാൻ. ഗുരുവായൂർ ഒരു എക്സാമ്പിൾ ചേർത്തേട്ടും പറഞ്ഞു, മറ്റേ മുഹൂർത്തം നോക്കിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ളതാണ്. പടയോട്ടത്തിന് ശേഷം ഒരു പുണ്യാഹം നടത്താൻ പറ്റാത്ത സമയം നോക്കി സാമൂരിപ്പാട് നടത്തണ ഉത്സവം മുടക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ കൊടിമരക്കയർ മുറിച്ച് ചത്ത കോഴിയെ കെട്ടിത്തൂക്കി. വാഴക്കുന്നം എഴുതി വെച്ചിട്ട് അടക്കമുള്ളവർ എഴുതിയിട്ടുണ്ട്, റെക്കോർഡ്സ് ഉള്ളതാണ്. അതൊക്കെ ഇന്നിപ്പോൾ പറഞ്ഞ് ഇന്നും അമ്പലം കൊണ്ടു നടക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് അതിൻ്റെ പുറകിൽ. അന്നത്തെ മത്സരങ്ങളാണ്, മീൻസ് വ്യക്തികളെ വെച്ചാൽ അവരുടെ പൂർവികരാണ് അതിൻ്റെ പുറകിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ചരിത്രം ശരിക്കും പറഞ്ഞാൽ പടയോട്ടം പോലുമല്ല, പടയോട്ടത്തിന് ശേഷമുള്ള ഓൾമോസ്റ്റ് ഒരു 100 yearsആണ്. ഈ കോർട്ട് ഓഫ് വാർഡ്സ് ഏറ്റെടുക്കുന്നവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെസീറ്റ് സമ്പ്രദായം കൊണ്ടുവരിക, എല്ലാം ചിട്ടപ്പെടുത്തിയിട്ട് അവർ 12 കൊല്ലം ആക്കിയിട്ടാണ് പിന്നെ നാട്ടുകാരെ ഏൽപ്പിച്ചത്. അപ്പം നാട്ടുകാരെല്ലാം തിരിച്ച് സാമൂതിരിക്ക് കൊടുത്തത്. അതുവരെയുള്ള ആ എച്ച് വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു എൻ്റെ മേലധികാരി. അദ്ദേഹം ആ ചാർജിൽ വരുന്നവരുള്ള ആ 100 yearsൽ ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അതായത് ഒരു മോശം കാര്യം ചെയ്യാൻ, പുണ്യാഹം നടത്താൻ പറ്റാതിരിക്കുന്ന, അതായത് ഇനി പുണ്യാഹം നടത്തിയിട്ട് ഉത്സവം കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, മുടങ്ങണം എന്ന് പറഞ്ഞിട്ട്
ഞാൻ പലപ്പോഴും പല പ്രാവശ്യം പറയാം, നമ്മുടെ ആൾക്കാരനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ട്രൂ, നമ്മൾ പുറത്തേക്ക് നോക്കി കുരയ്ക്കണമെന്നേ ഉള്ളൂ. വെരി ട്രൂ. മനസ്സിലായില്ലേ? നമ്മുടെ അകത്ത് തന്നെ ഇന്നും നമ്മുടെ അകത്ത് തന്നെയാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഈ അറിവുകളെ അങ്ങനെയും പ്രയോഗിച്ചിട്ടുണ്ട്. ദുർവിനിയോഗമാണ് ഒരു തരത്തിൽ നോക്കിയ നമ്മുടെ ധർമ്മത്തിൻ്റെ കണ്ണിൽ ദുർവിനിയോഗമാണ്. പക്ഷേ മുഹൂർത്തത്തിനെ അങ്ങനെ ഉപയോഗിക്കാം. അതിനും മുഹൂർത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ല സമയം ചീത്ത സമയം എന്ന് പറഞ്ഞു, ഒരു ദുഷിച്ച പ്രവൃത്തിക്ക് നല്ല സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചീത്ത പ്രവൃത്തിക്ക് നല്ല സമയം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിൻ്റെ താളം അപ്പോൾ ആ ചീത്ത പ്രവൃത്തി ഓഗ്മെൻറ്റ് ചെയ്യുന്ന മാതിരിയാണ്. പ്രപഞ്ചത്തിൽ നല്ലത് ചീത്ത എന്നൊന്നുമില്ലല്ലോ. മനുഷ്യനല്ലേ ഇതൊക്കെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറുകൾ, നമ്മുടെ ധർമ്മബോധം, അതൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഒരു സംഹാരം തുടങ്ങി വെച്ചാൽ അതിങ്ങനെ, ഇപ്പോൾ നമ്മൾ ചില നാട്ടിൻപുറത്തൊക്കെ പറയില്ല, ശനിയാഴ്ച ഒരു മരണം നടന്നാൽ അവിടെ തന്നെ ആ പരിസരത്തോ അല്ലെങ്കിൽ അവിടെ തന്നെയൊക്കെയോ ഒന്നിലധികം മരണങ്ങൾ, 3 മരണം വരെ നടക്കുന്നൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അല്ലേ ഒരു ഇതൊക്കെ പറയും. അവർ ഇന്ന നക്ഷത്രങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ തന്നെ വേറെ മരണം നടക്കുക, അങ്ങനെയൊക്കെ പല രീതികൾ. കരിനക്ഷത്രം, കരിനാൾ എന്നൊക്കെ പറഞ്ഞ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റിവിറ്റിയെ ഓഗ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറാണ് ആ സമയത്ത്. പ്രപഞ്ചത്തിൻ്റെ താളം അവിടെ അതങ്ങനെയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല പാലക്കാട്ടായിരിക്കും. ഞാൻ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോമൺ ആയിട്ട് ഇത് കാർപ്പറ്റായിട്ട് അടിക്കാനും പറ്റില്ല. ഈ വിവേചന ബുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഹൂർത്തം ചെയ്യണത്. ആ വിവേചന ബുദ്ധിയാണ് നമുക്കൊരു ആപ്പ് നോക്കി ജനറലൈസ് ചെയ്യുമ്പോൾ ഹോൾ ഇന്ത്യക്ക് മുഴുവൻ ഒരു എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടണം. ഇന്ന് നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്തിനോ സ്ഥാനത്തിനോ അനുസരിച്ചിട്ടൊരു മുഹൂർത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ നോളജ് ഒരു കോമൺ മാൻ ഇല്ല. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ അറിവുള്ളവരും തുലോം കുറവാണ്. പറയുന്നത് കമ്പ്യൂട്ടേഷണൽ സിസ്റ്റങ്ങൾ, AI പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു ധാരാളം ഉണ്ടെങ്കിലും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ആർക്കും അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ എക്സാക്റ്റായിട്ട് നല്ലത് ചീത്ത പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനൊരു സുഖം തരുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ നല്ല സമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ പണി കിട്ടുമ്പോൾ നമ്മൾ ആപ്പ് എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? അത് ശാസ്ത്രത്തിൻ്റെ തെറ്റല്ല, നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ തെറ്റും നമ്മൾ പ്രയോഗിച്ചതിൻ്റെ തെറ്റും ഇത് നമുക്ക് തന്ന ആൾ നമ്മളെ അത് വിറ്റതിൻ്റെ രീതിയുടെ തെറ്റുമാണ്. ആ ആപ്പ് സെയിലാക്കിയത് ഇത് പറഞ്ഞിട്ടാണല്ലോ, അല്ലേ? ശാസ്ത്രം തെറ്റുന്നില്ല, അതാണ്. ഈ മുഹൂർത്ത പദവി നമ്മളുടെ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനും, അതായത് കല്യാണം, ഒരു ട്രാവലിന് പോകുമ്പോഴുള്ള നല്ല ടൈമും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ, ഒരു പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടൊരു റൈറ്റ് ടൈം, അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രം ഈ ഓരോ ഇതിനും വേണ്ട ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ? അത് മുഹൂർത്ത പദ്ധതിയിൽ ഡിഫൈൻഡ് ആണോ? അതായത് റൈറ്റ് ടൈം എന്ന് പറയുന്ന മുഹൂർത്തത്തിൻ്റെ സിസ്റ്റങ്ങളിൽ തന്നെ അത് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഏതൊരു കർമ്മം ആണെങ്കിലും അല്ലെങ്കിൽ അകർമ്മമാണെങ്കിലും ചെയ്യാതിരിക്കലാണെങ്കിലും അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഋതമുണ്ട്, താളം. ഈ ഋതം പ്രപഞ്ചത്തിൻ്റെ ഋതമായിട്ട് അലൈൻഡ് ആവുക. ഇത് അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാവുന്നാവും. അങ്ങനെ അലൈൻഡ് ആയാൽ ഒരു പക്ഷേ ആ അലൈൻമെൻറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇടേണ്ട എഫർട്ടിൻ്റെ അത്ര എഫർട്ട് ആവശ്യം വരില്ല. ഇപ്പോൾ നടത്തിയെടുക്കാൻ അത്രയും കിടന്ന് മെനക്കെടേണ്ടി വരില്ല. ഈ താളമായിട്ട് അലൈൻഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കും. ഇപ്പം ഞാൻ ചില സമയത്ത് ചില പ്രഭാഷണത്തിലൊക്കെ പറയാറില്ലേ, നമ്മളിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറപ്പെടുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കാസർഗോഡേക്ക് പോകണം, കാറിനാണ് പോകുന്നത്. നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്തണം. തിരുവനന്തപുരത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയം തൊട്ട് നമ്മൾ പോകപ്പെടുന്ന, കേരളത്തിലാണെങ്കിൽ ഇതിന് സിഗ്നലുകൾക്ക് യാതൊരു കുറവുമില്ല. നമ്മൾ കറക്റ്റ് എത്തുമ്പോഴൊക്കെ പച്ച വീണുകൊണ്ടിരുന്നാൽ കാസർഗോഡ് വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളതിനെ പറയും ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയും. കാരണം നമ്മുടെ യാത്രയുടെ താളവും അതിൻ്റെ സുഗമമായ ഒഴുക്കിന് ആവശ്യമായിട്ടുള്ള ഋതുവും ആ ഋതുവും പ്രപഞ്ചത്തിൻ്റെ ഋതുവും അലൈൻഡ് ആവുമ്പോഴാണ് സോ കോൾഡ് ഒബ്സ്റ്റക്കിൾസ് മുഴുവൻ. കാരണം ഇതിനെ നമുക്ക് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ കണ്ട സിഗ്നൽ മുഴുവൻ പച്ച വീണുകൊണ്ടിരിക്കുക. നമ്മൾ ഏത് സിഗ്നലിൽ എത്തിയാലും കറക്റ്റ് അവിടെ പച്ച ചവിട്ടേണ്ടി വരുന്നില്ല, പോയിക്കൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് ഇറങ്ങാൻ അവിടെ വീടിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ അവിടെ തൊട്ടിട്ട് ചോപ്പ് വീണുകൊണ്ടിരുന്ന അല്ലേ? അപ്പോൾ ആ ഋതത്തിൻ്റെ അലൈൻമെൻറ്റ്, ഞാനൊരു സാധാരണ നേരത്തെ പണ്ഡിതന്മാർ പറയുന്നത്, ഞാൻ നഴ്സറി എക്സാമ്പിളുകളാണ് പറയണത്. നമ്മളൊക്കെ നഴ്സറിക്കാരാണ്, നമ്മളാരും വിദഗ്ധരൊന്നും അല്ലല്ലോ. അപ്പോൾ നഴ്സറിയിൽ ഇരുന്നിട്ട് പറയുമ്പോൾ പറയാൻ പറ്റിയ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ആ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ലേ?
എവറി സിഗ്നൽ ആ സമയത്ത് എനിക്ക് അവിടെ ഗ്രീൻ അടിച്ച് കിട്ടും. അതെ, അത് നമ്മൾ അതേപോലെ തന്നെ എന്തും ഇപ്പോൾ ഒന്നും വേണ്ട. നമ്മൾ ഒരു മറ്റേ ട്രെയിനിൽ വരുന്ന സമയത്ത് ഈ കാപ്പിയുടെ സാഷേ കിട്ടും വന്ദേ ഭാരതിലൊക്കെ. ഇത് ചിലവർ കഷ്ടപ്പെട്ട് കീറാൻ നോക്ക്, കീറിയ കിട്ടില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമുക്ക് തോന്നും എന്താ ഇതിൽ ഇത്ര പറയാനെന്ന്. അതേ ടെക്നിക്ക്, അതേ ഫ്ലാപ്പിനെ തന്നെ അതേപോലെ പിടിച്ച് തിരിക്കണം, തൊട്ടടുത്തിരിക്കണവൻ ടക്കെന്ന് കീറിയിട്ട് അവനതിനെ ഒഴിച്ച് അവൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് പിടിച്ച് തിരിച്ച് ഈ സോസിൻ്റെ ഒക്കെ പാക്കറ്റുകൾ കീറാൻ നോക്കുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ചിന്തിക്കാനുണ്ടോയെന്ന്. ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ താളമായിട്ട് അലൈൻഡ് ആവാത്ത ഒരു കാര്യമില്ല. അതിൻ്റെ സിംപ്ലിസിറ്റിയുടെ പവർ മനസ്സിലാക്കുമ്പോഴാണ് ലൈഫിൻ്റെ കോംപ്ലക്സിറ്റികളുടെ സൊല്യൂഷൻസ് മുഴുവൻ പുറത്തു വരിക. മനസ്സിലായില്ലേ? അപ്പം ആ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പാറ്റേൺ മനസ്സിലാക്കിയാൽ എത്ര കോംപ്ലക്സ് മെറ്റീരിയലുകളിലേക്കും എത്ര കോംപ്ലക്സ് സിറ്റുവേഷൻസിലേക്കും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരലാണ് മുഹൂർത്തം ചെയ്യണത്. അത് പഠിച്ചാൽ മതി. അതിനാണ് അതിനെ ഇതാക്കേണ്ടത്. അല്ലാതെ അത് വെറുതെ ഒരു താലി കെട്ടാനോ ഒരു ചോറൂണ് ചരട് കെട്ടാനോ ഒരു പാല് കാച്ചാനോ അതിന് മാത്രമുള്ളതല്ല. മുഹൂർത്തം ഈസ് ഫോർ എവറി ഡേ ലൈഫ്, എവറി സിംഗിൾ ഡേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളീയ ജ്യോതിഷത്തിൽ അത്രയ്ക്ക് നമ്മുടെ സിസ്റ്റം വളരെ റോബസ്റ്റാണ്, വളരെ മികച്ചതും വളരെ വൈദഗ്ധ്യമുള്ളതും വിശേഷമായിട്ടുള്ളതാണ് കേരളീയ പദ്ധതി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ പുറത്തുള്ള സിസ്റ്റങ്ങളുണ്ട്, സഖ്യൻ്റെ പുറത്തുള്ള സിസ്റ്റങ്ങളിൽ പലതിലും സാധാരണക്കാരന് ഉപയോഗിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. അത് നമുക്കില്ല. നമുക്ക് വലിയ വലിയ സംഭവങ്ങളുണ്ട്, ഒരുപാട് ഉപകരിക്കുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ചില പദ്ധതികൾ, ഇപ്പോൾ കാലചക്ര സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പുറത്തൊക്കെ. അങ്ങനെ കുറേ സിസ്റ്റങ്ങളുണ്ട്. അതിലൊരു ഒരു ഒരു സ്കൂളിൻ്റെ ഞാനിപ്പോൾ ഏറ്റവും ലഘുവായിട്ട് പറയണത് 3 മൊമെൻറ്റുകളായിട്ട് 3 സെറ്റ് ഓഫ് സമയമായിട്ട് ഒരു ദിവസത്തിനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നമ്മൾ അതിനെ മുഹൂർത്തം തന്നെ വിളിക്കാം. പക്ഷെ അതിന് മുഹൂർത്തം എന്ന് പേരിട്ടങ്ങോട്ട് പറയണ്ട, അത് മുഹൂർത്തം തന്നെയാണ്. ഗോൾഡൻ മൊമെൻറ്റ്, പ്രൊഡക്റ്റീവ് മൊമെൻറ്റ്, സൈലൻറ്റ് മൊമെൻറ്റ്. ഓക്കെ, സുവർണ നിമിഷങ്ങൾ, ക്രിയാത്മകമായിട്ടുള്ള നിമിഷങ്ങൾ, നിശബ്ദമായ നിമിഷങ്ങൾ. സുവർണ നിമിഷത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് സങ്കല്പിച്ചാൽ പോലെ നടക്കണ വിധത്തിൽ അത്രയ്ക്കും അലൈൻഡ് ആയിരിക്കും ആ വ്യക്തിയുടെ ജാതകമനുസരിച്ച്. അശോകിൻ്റെ ഗോൾഡൻ മൊമെൻ്റ് ആയിരിക്കില്ല എൻ്റെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ജനിച്ച് വീണ സമയം തൊട്ടിട്ട് ആ ഗ്രഹബലങ്ങളനുസരിച്ചും അന്ന് ആ രാശിചക്രമൊക്കെ അനുസരിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ ഗോചരാദികളൊക്കെ നോക്കി അതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നൊരു സിസ്റ്റമാണ്. മനസ്സിലായില്ലേ? ഇനി പ്രൊഡക്റ്റീവ് മൊമെൻറ്റ്, എന്തെങ്കിലും ഇറങ്ങി പണിയെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്, ശാരീരിക അധ്വാനമുള്ള ഒരാളെ പോയി കാണുക, അങ്ങനെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് മൊമെൻറ്റിൽ ചെയ്യാം, ആ പ്രൊഡക്റ്റീവ് അവേഴ്സിൽ. ഇനി സൈലൻ്റ് ഉണ്ട്, വായ മൂടി മിണ്ടാണ്ടിരുന്നോളാം നേരത്ത്, ഒന്നിനും പോരുത്, എന്തിറങ്ങിയാലും പണിയായിരിക്കും, ശാന്തമായിരിക്കുക. ഇങ്ങനെ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് പറയുകയാണ്, അത് വേറെ വലിയൊരു ഇതാണ്. ഇനി പഞ്ചപക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ട്, 5 പക്ഷികളുടെ സമയമായിട്ട്, കാക്ക പുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പക്ഷികൾ, കുയിലെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഈ പഞ്ചപക്ഷി ഓരോ പക്ഷിയുടെ സമയത്ത് പ്ലസും മൈനസും ഉണ്ട്. ഓക്കെ, മുഹൂർത്തമാണത് പഞ്ചപക്ഷി സിസ്റ്റം. അതുകൊണ്ട് ഭാരതീയ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കൂളുകളും ഒരു കടൽ പോലെയാണ്. പഞ്ചപക്ഷി ഇത് നമ്മുടെ സൗത്തിൽ യൂസ് ചെയ്യുന്നുണ്ടോ? സൗത്തിൽ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ യൂസ് ചെയ്ത്. കേരളത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പഞ്ചപക്ഷികൾ ഉണ്ട്, ചില പഞ്ചാംഗങ്ങളിലൊക്കെ പഞ്ചപക്ഷി ഞാൻ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കൊരു വേഗം ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് പഞ്ചാംഗം ഒന്നും റെഫർ ചെയ്യാറില്ല. ഞാനിതൊക്കെ പറയണമെന്നേ ഉള്ളൂ. ഞാനീ പറഞ്ഞ മാതിരി ഞാനെപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഒരു അലൈൻമെൻറ്റ് എന്താ എന്നുള്ളതിനെ വേണ്ട ബേസിക് ഡാറ്റ എടുത്ത് സ്വയം നോക്കി സ്വയം പോകാന്നുള്ളതല്ലാതെ അത് അല്ലെങ്കിൽ ഇനി പഠിച്ച് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ? അവനവനിൽ പരീക്ഷിച്ച് നോക്കിയിട്ടല്ലേ ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നാൽ അതപ്പോൾ അതാത് ദിവസങ്ങളിൽ തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ദിവസം ഒരു ദുരന്തം വരണമെങ്കിൽ അത് ഒരു പരിധി വരെ ഞാനത് ഇങ്ങനെ കാത്തിരിക്കും. അത് ഒരു വിഷമം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വെറുതെ ഇരിക്കണോടത്ത് എണീച്ച് ഓടേണ്ട ഒരു അവസ്ഥ വരിക. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അശോകനൊക്കെ അറിയാം, ഇപ്പോൾ അച്ഛനൊക്കെ വയ്യാത്തതാണ്. അപ്പോൾ എനിക്ക് ഒരു ഊഹം കിട്ടും, ഇന്ന്
അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൊരു ദിവസം. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡായിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ് പ്രിപ്പയർഡ് ഞാൻ ആയിരിക്കും. പ്രിപ്പയർഡായിരിക്കും. ഒരു വലിയ പരിധിവരെ ഞാൻ പ്രിപ്പയർഡായിരിക്കും. പക്ഷെ അത് ബാക്കി നമുക്കൊരു പിന്നെ കാലഗതിയെ തടയാനോ അറിയാനോ നമ്മൾ മനുഷ്യന് സാധിക്കില്ല. ഭഗവാന്റെ നിശ്ചയമാണത്. അതൊരു ട്രോമയും തരില്ലേ ഈ ഭയങ്കര ട്രോമ വരും. ഞാൻ അതുകൊണ്ട് പലരോടും പറയാം, ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പൂർവ്വജന്മ സ്മൃതികളെ കുറിച്ചിട്ട് അറിയാനുള്ള കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ഓരോരുത്തർ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയും, എന്തിനാ അറിയണത്? ഇതൊക്കെ വലിയ വിഷമം തരും മനസ്സിന്. അപ്പോൾ ഞാനിങ്ങനെ ആയിപ്പോയി. ഈ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. മറവിയാണ് മനുഷ്യനും അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പരിധി വരെ. പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളിതൊക്കെ അന്വേഷിക്കാം. പക്ഷേ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ വിദ്യകളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ അറിയാതെ പ്രയോഗിച്ച് പോകുമ്പോൾ ഇതൊക്കെ പിന്നെ കുറേ അഭ്യാസമാകും, ഇത് മനക്കണക്കാവും. ഒന്നും ഇരുന്ന് കൂട്ടണ്ട എന്നുള്ളൊരവസ്ഥ വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രതി മുഹൂർത്തം പറഞ്ഞ മാതിരി തന്നെയാണ് ഈ ശ്വാസത്തിൻ്റെ ഗതി. മൂക്കിൽ വലത്താണോ ഇടത്താണോ ശ്വാസം എന്നുള്ളത് നോക്കിയിട്ട് ആ ദിവസത്തെ ശുഭാശുഭം മുഴുവൻ പറയാം. ശരനൂലെന്ന് പറഞ്ഞ ശാസ്ത്രം തന്നെ കിടക്കണതിലല്ലേ. അതിപ്പോൾ ഈ വലിയ ഈവൻ വലിയ ലീഡേഴ്സ് പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർ ഇടയ്ക്ക് അവരുടെ ബ്രത്ത് ശ്രദ്ധിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ വലിയ ഇൻ്റർനാഷണൽ ലീഡേഴ്സ് അവരുടെ ഇൻ്റർവ്യൂസും ഫോട്ടോ, കാരണം അവർ പോലും ഇത് പഠിച്ചിട്ടാണ്. അതേപോലെയാണ് ഈ സമയത്തിൻ്റെ കാര്യവും. ഏത് കാര്യത്തിനും അങ്ങനെ സമയം എന്നുള്ളത് വളരെ, ഇപ്പോൾ നമ്മൾ ശ്രീനി സാർ എഴുതി വെച്ചാൽ എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസാന്ന് പറഞ്ഞത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീയമ്മൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്യും, ശ്രീ അമ്മ ചെയ്യും, ഒരുപാട് അവരൊക്കെ അത് ചെയ്യുന്ന ആൾക്കാർ. അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാ സാക്ഷിഭാവം കൂടിയാണ് അവരിലെ. അവർ ദർ കോൺഷ്യസ്, അവരുടെ ബോഡിയിൽ നിന്ന് അവർ വേറിട്ട് തന്നെയാണ് അവരുടെ ബോധം നിൽക്കുന്നത്. നമുക്ക് അത് പെട്ടെന്ന് സാധിക്കില്ല. മനുഷ്യന് അതൊരു ഫോർഗറ്റ്ഫുൾനെസ്സിൽ നമ്മളിങ്ങനെ ഒഴുകുകയാണല്ലോ. ഞാൻ ഇന്നലെയും കൂടെ പ്രഭാഷണത്തിൽ പറയുമായിരുന്നു, നമ്മൾ നമ്മുടെ മനസ്സുമാണെന്നും ഈ ഞാൻ അനുഭവിക്കുന്ന വികാരവുമാണ് ഞാനെന്ന നമ്മുടെയൊക്കെ തെറ്റിദ്ധായ ധാരണ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സഫർ ചെയ്യണത്. അപ്പം ഇത് ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥ അതിൻ്റെ ശരിയായ പെർസ്പെക്റ്റീവിലുള്ള ജ്ഞാനം, മുഹൂർത്തത്തിനെക്കുറിച്ചുള്ള ശരിയായ പെർസ്പെക്റ്റീവിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമ്മളെ ആത്യന്തികമായിട്ട് ഈ മിഥ്യാബോധങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഞാൻ ഈ പറഞ്ഞ മാതിരി സാക്ഷാത്കാരത്തിൽ എത്തിക്കാനും സാധിക്കും. അതെങ്ങനെയാണ് സാക്ഷാത്കാരത്തിൽ എത്തിക്കാമെന്ന് ആൾക്കാർ ചോദിക്കും. അതിൻ്റെ പ്രാക്ടീസ് നമ്മുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ത് ഇവൻച്വാലിറ്റിയും പ്രപഞ്ചം നമുക്ക് തരുന്നതേ എപ്പോഴും 2 കൈ നീട്ടി, അത് നല്ലതോ ചീത്തയോ കല്ലേറാണെങ്കിലും പൂമാലയാണെങ്കിലും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കാൻ നമ്മളെ പഠിപ്പിക്കും ജ്യോതിഷം. നമ്മൾ പക്ഷെ കടന്ന് പാനിക് അടിക്കുകയാണ്, അല്ലെങ്കിൽ മതിമറക്കുകയാണ് ചെയ്യണത്. ഒരു ആസ്ട്രോളജി റീഡിങ് കേൾക്കുമ്പോൾ, ഒരു ഫലപ്രവചനം, ഒരു ജ്യോതിഷം പറയുമ്പോഴേക്കും ഒന്നുമില്ല. കാരണം അപ്പോഴേക്കും എന്താ വെച്ചാൽ പിന്നെ ഈ ഹോമം പൂജ എന്ന് പറഞ്ഞിട്ട് ചാർത്തും വരും. അതാ പേടിപ്പിക്കുന്ന തരത്തിലുള്ള. ശരത്തേട്ട, 2019 ജൂലൈ പഞ്ചാംഗത്തിൽ തന്നെ ഒരു വസുന്ധര യോഗം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളും എല്ലാവരും ലോകം മുഴുവൻ അനുഭവിച്ചൊരു കോവിഡ് എന്ന് പറഞ്ഞൊരു ഇതും വന്നായിരുന്നു. അപ്പം ശരിക്കും ഈ വസുന്ധര യോഗം അത് ശരിക്കും എന്താണ്? അത് എന്തുകൊണ്ടാണ് ഈ വസുന്ധര എന്ന് പറഞ്ഞ ഇതൊക്കെ ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഈ മറ്റേ സുനാമിയും ഇതൊക്കെ വരുമ്പോൾ ഓരോന്നിനും ഓരോ പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് ഋഷിമാർ ഇങ്ങനൊരു ഓരോ യോഗങ്ങൾക്കും ഓരോ ഇതിനും ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ വസുന്ധര യോഗം എന്താണ്, അതെങ്ങനെയാണത് വരണത് എന്നുള്ളതൊന്ന് നമുക്കതിനെ വല്ലാതെ ജ്യോതിഷത്തിൻ്റെ ഒരു കട്ടി ഇതിലേക്ക് പോകണ്ട. ഗ്രഹങ്ങൾ ഓരോ പർട്ടിക്കുലർ കോമ്പിനേഷൻസിൽ വരുന്ന സമയത്ത് ചേർച്ച എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ ഒരു പർട്ടിക്കുലർ ഫലം കൊടുക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ യോഗം എന്ന് പൊതുവിൽ ഈ പറയണത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ, അതായത് ഗ്രഹങ്ങളുടെ സംയോഗം വരുന്നതാണ് വസുന്ധര എന്ന് പറയണ ഈ യോഗം. ഓക്കെ. അതായത് ഇതിനെ കുറച്ച് എങ്ങനെ അതിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വസുന്ധര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിദേവിയാണ്. ഭൂമിയെ ബാധിക്കുന്ന കാര്യങ്ങളെ ആണ് വസുന്ധര ചർച്ച ചെയ്യുക. അതൊരു ആഗോളമായിട്ടുള്ളൊരു തലത്തിൽ ഉണ്ടാവുന്ന ഇംബാലൻസസ്, അസമത്വങ്ങൾ, അതേപോലെ തന്നെ ഭൂമിയിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസസ്,
അസ്വസ്ഥത, ഇതിനെയൊക്കെ കുറിക്കുന്നതാണ് ഈ വസുന്ധര. വാട്ട് ദാറ്റ് ഈസ് അബൌട്ട് എർത്ത്, അതാണ് ശരിക്ക് വസുന്ധര എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത്. പിന്നെ അതിനെ ഈ എന്താ പറയുക, യോഗങ്ങളുടെ സിസ്റ്റത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ക്രൂര സ്വഭാവമുള്ള ഗ്രഹങ്ങൾ, ശനിയും ചൊവ്വയും വ്യാഴം ഓക്കെ. എന്ന് പറയുന്ന ആ ഈശ്വര സങ്കല്പത്തിലുള്ള ഗ്രഹവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു വിശേഷാവസ്ഥയാണ്. അതായത് ഇവർ 3 പേരുടെ ഒരു യോഗം സംഭവിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസിനെയാണ് അത് പറയുന്നത്. അത് കൊണ്ട് ഉൽപ്പാദങ്ങൾ, അതായത് വലിയ ഉൽക്കാവർഷങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കലാപങ്ങൾ, എന്ത് വേണമെങ്കിലും തരത്തിലും വംശനാശം, അത് മനുഷ്യനെന്നല്ല സകല ജീവജാലങ്ങൾക്ക്, അത് മരങ്ങളാവാം മൃഗങ്ങളാവാം, ആർക്കും അത് സംഭവിക്കാം. നമ്മളെല്ലാം മനുഷ്യൻ്റെ കണക്കിലാണ് പറയണം, മനുഷ്യനെന്നല്ല. ചിലപ്പോൾ നമ്മൾ പോലെ ഇപ്പോൾ ഡയനോസോറുകൾ പോലും വല്ല വസുന്ധരയോഗ കാലത്താണോ നശിച്ചു പോയത് നമുക്കറിയില്ല. കംപ്ലീറ്റ് റേസ് ഡൗൺ ആയി. അപ്പോൾ അന്ന് പറഞ്ഞ മാതിരി പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അന്യോന്യം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനി മന്ദത, കാറ്റ് ഒക്കെ വായുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ചൊവ്വ അഗ്നിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വ്യാഴം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ തന്നെ, അതായത് ആത്മീയമായിട്ടുള്ള അശാന്തി തന്നെ ഉണ്ടാവും ആ കാലത്ത്. അത് വെറുതെ ഫിസിക്കൽ പ്രശ്നം മാത്രമല്ല. ചൊവ്വയുടെ തീയിനെ ശനി കാറ്റടിച്ച് കയറ്റി കൊടുക്കുക. അതിൽ തന്നെ ആർക്കാ ബലം എന്നുള്ളതനുസരിച്ചിട്ടൊക്കെ ചില ബലങ്ങൾ, അത് മാത്രം അഗ്നിമാരുതം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില യോഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ കാറ്റിന് ശക്തി കൂടുതലാണെങ്കിൽ തീ കെടും, തീക്ക് ശക്തി കൂടുതലാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ ആളും. അപ്പോൾ ചൊവ്വയ്ക്ക് ശക്തി കൂടുതലാണ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. അതൊക്കെ പിന്നെ ജ്യോതിഷത്തിൻ്റെ ഒരു ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യമാണ്. അതിലൊന്നും നമുക്കധികം നോക്കണ്ട. പക്ഷെ കോവിഡിൻ്റെ ആ കാലത്ത് ഒരു റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ഫിനോമിനൻ പോലെ തന്നെയായിരുന്നു ഈ വസുന്ധരയോഗം എന്ന് പറയുന്നത് ഭൂമിയെ എഫക്റ്റ് ചെയ്തത് എന്ന് പറയാം. ആ ഒരു കാലഘട്ടം, അത് ശരിക്കും ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് കോവിഡ് അപ്രത്യക്ഷമാവുന്നത്. അത് ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെച്ചിട്ട് തന്നെ ആർക്കും നോക്കാവുന്നതാണ്. അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനവും കൃത്യമായിട്ട് കാണാം. കോവിഡിൻ്റെ മാരി പടർന്നു പിടിക്കാൻ 2020 ജാനുവരി മാസത്തിൽ ചൈനയിൽ അങ്ങോട്ട് തുടങ്ങി. പിന്നെ അത് അങ്ങോട്ട് കയറി മാർച്ച് ആയപ്പോഴേക്കും നമ്മുടെ അവിടെ ആയി. പിന്നെ അതിൻ്റെ ആ ഒരു അല അവസാനിക്കുന്നത് ഏകദേശം 1.5 വർഷം 2 വർഷത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. ഭൂമിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് വസുന്ധരയിൽ സംഭവിക്കുക. ഇതാണ് ഒരു കാഴ്ചപ്പാട്. അതിന് മറ്റു കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഈ എന്താ പറയുക, ജ്യോതിഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോസിബിലിറ്റീസാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോസിബിലിറ്റി നടപ്പിലാവണമെങ്കിൽ, ഇപ്പോൾ വസുന്ധര യോഗം എപ്പോൾ വന്നാലും അത് ഇതേ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. ആ കാലത്ത് ആ ഗ്രഹയോഗം സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള കർമ്മത്തിൻ്റെ ഒരു ഇൻഡെക്സ് അവസ്ഥ എന്താണോ അതിനനുസരിച്ച് അവിടെ തട്ടുക. ഇപ്പം നമ്മളെ ഏത് നേരത്തെ രോഗാണുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിൽ നമുക്കൊരു ജലദോഷം പോലും വരില്ല, ഇമ്പാക്റ്റ് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മുടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു ശരീരത്തിലാണെങ്കിൽ എത്ര ചെറിയൊരു ബാക്ടീരിയ ആണെങ്കിൽ കയറി അവൻ നാശമാക്കി കളയും അല്ലേ. അതേമാതിരി ഭൂമിയുടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഗ്രഹയോഗം നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയെ അത് ഭയാനകമായിട്ട് അഫക്റ്റ് ചെയ്യും. എന്താ ഭൂമിയുടെ പ്രതിരോധശേഷി? ആരെ ഈ പ്രതിരോധശേഷിയുടെ കോറാൾ? മനുഷ്യനാണ്. മനുഷ്യൻ്റെ കയ്യിലിരിപ്പുകൾക്കനുസരിച്ചിട്ടാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ കൂട്ടായിട്ടുള്ള കർമ്മഫലത്തിൻ്റെ തോതനുസരിച്ചിട്ട് പ്ലസ്സോ മൈനസോ എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ദുഷ്കർമ്മഫലത്തിൻ്റെ ഹൈറ്റ് അത് നിൽക്കുന്ന സമയമായിരുന്നിരിക്കാം. അന്നത് കയറി അങ്ങോട്ട് സ്വീപ്പ് ചെയ്ത് കളഞ്ഞു പോയി. ഇപ്പം ഞാൻ പറയാം, ഒരു വസ്തു നനഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത് തീ കൊണ്ട വെച്ചാലും തീ പിടിക്കണമെന്നില്ല. ആ വസ്തു ഡ്രൈ ആണെങ്കിൽ കത്തും. മണ്ണെണ്ണ നനഞ്ഞിരിക്കുകയാണെങ്കിലോ ദൂരത്തുനിന്ന് തീ ചാടി പിടിക്കും അല്ലേ. അതുപോലെ നമ്മളന്ന് ആ യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു. വി വർ റെഡി ടു റിസീവ് ഇറ്റ്. പോസിറ്റീവ് പറയണ പോലെ തന്നെ പറയണമല്ലോ നെഗറ്റീവും. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം
ആ യോഗം ഏറ്റവും പ്രധാനമായത്. അപ്പോൾ ജ്യോതിഷത്തിൽ പണ്ട് ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്, ഈ ഗ്രഹങ്ങൾ ചേരുമ്പോൾ, ഈ ഗ്രഹങ്ങൾ ഇന്ന കോൺഫിഗറേഷനിൽ വരുമ്പോൾ അത് ഭൂമിയിൽ വലുതായിട്ടുള്ള അസ്വസ്ഥതകളും അസമത്വങ്ങളും ഇംബാലൻസസും ഉണ്ടാക്കും, ഡിസ്റ്റർബൻസസും ഉണ്ടാക്കും എന്ന് അവർ കണ്ടെത്തിയിരുന്നു. അതൊരു ജനറിക് ഇൻഫർമേഷനാണ്. ബട്ട് ഹൗ ഇറ്റ് ഇഫക്ട്സ്, അതിൻ്റെ ഫലം എത്രമാത്രം വരും എന്നുള്ളത് അതാത് കാലത്തെ കർമ്മത്തിൻ്റെ തോതനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ഒരു നല്ല ചിട്ടയായിട്ടുള്ള ജീവിതം വേണം, ഒരു ക്രമം ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞു മതപരമായിട്ടുള്ള പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തില്ല, ഒരു ക്രമം, പ്രപഞ്ചത്തിൻ്റെ താളത്തെറ്റിക്കാത്ത ഒരു ജീവിതക്രമം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു വലിയ പരിധിവരെ അതപ്പുറത്തേക്ക് നമ്മളെ അത് നശിപ്പിക്കില്ല എന്ന്. അത് ഈ യോഗ, അതിപ്പോൾ കോവിഡ് എന്നുള്ളൊരു വൈറസ് എന്നല്ല, അത് ചിലപ്പോൾ ഒരു ഉൽപ്പാദമാവാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സുനാമി, അല്ലെങ്കിൽ ഒരു വലിയ വേറെന്തെങ്കിലും ഒരു ഡെവസ്റ്റേഷൻ, ഒരു വലിയ ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ എന്തും ആവാം. അപ്പോൾ അതാണ് ഭൂമിയെ സംബന്ധിക്കുന്ന. ചിലപ്പോൾ ആ സമയത്ത് വലിയ യുദ്ധങ്ങളായിരിക്കും ഉണ്ടാവാം. ഇപ്പോൾ ഈ 2ാം ലോകമഹായുദ്ധവും 1ാം ലോകമഹായുദ്ധത്തിൻ്റെയും കാലത്ത് ഒരുപക്ഷെ അന്നത്തെ ഗ്രഹയോഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയുള്ളൂ അന്ന് എന്തായിരിക്കും, ഏത് തരത്തിലായിരിക്കും. കാരണം എപ്പോഴാണ് യുദ്ധം ഉണ്ടാവണത്? മനുഷ്യൻ്റെ മനസ്സ് ഡിസ്റ്റർബഡ് ആകുമ്പോഴാണ്. ഈ മനസ്സും മനുഷ്യൻ്റെ ശരീരവും സകലതും പ്രപഞ്ചത്തിനോട് അലൈൻഡ് ആണെന്ന് എല്ലാവരും മറക്കണം. അതെങ്ങനെയാണ് യുദ്ധം ഉണ്ടാവണത്? ഗ്രഹമാണോ തീരുമാനിക്കണമായിരിക്കും. പിന്നെ മനുഷ്യൻ്റെ മനസ്സെന്താ? നമ്മൾ തന്നെ ഓരോ നേരത്തെ ഓരോ മൂഡിലിരിക്കുന്നത്. അത് നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ടും പ്രപഞ്ചത്തിലെ ഇപ്പോൾ ചില ആൾക്കാർക്ക് മഴയുണ്ടെങ്കിൽ ഭയങ്കര തുള്ളിച്ചാട്ടാണ്, ചില ആൾക്കാർക്ക് മഴ കണ്ട അപ്പം ഡിപ്രഷൻ വരും. അതുകൊണ്ട് മഴ എല്ലാ കാൽപ്പനികതയുടെയും പ്രണയത്തിൻ്റെയും ലൈംഗികതയൊക്കെ വലിയ മൂടാണെന്നും പറഞ്ഞിട്ട് ഈ വാഴ്ത്തിപ്പാടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചില ആൾക്കാർക്ക് അത് സുഖകരമായിരിക്കും, ചില ആൾക്കാർക്ക് വളരെ ഡിപ്രസീവായിരിക്കും. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ദർ ഇസ് നത്തിങ് ടു ബി ജനറലൈസ്ഡ്, അല്ലേ? അപ്പോൾ ഈ വസുന്ധര യോഗത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. യോഗമുണ്ട്, അത് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഒന്നുണ്ട്, അതിന് ഇന്ന തരം ഫലങ്ങളുണ്ടാവാം. പക്ഷെ ആ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ, കർമ്മത്തിൻ്റെ സാഹചര്യങ്ങൾ, കർമ്മത്തിൻ്റെ സിറ്റുവേഷൻ, കർമ്മത്തിൻ്റെ ഇൻറ്റൻസിറ്റി അതനുസരിച്ചിട്ടാണ് ഭൂമിയിൽ.